ഒരു ശബരിമല വാർത്ത വരുന്നത് സ്വർണ്ണപ്പാളി കൈമാറ്റ കേസിൽ തിരുവിതാംകൂർ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ ബോർഡ് അംഗം അജികുമാറിനും SIT നോട്ടീസ്. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുതിയ സാമ്പിളുകൾ ശേഖരിക്കാൻ SIT നാളെ ശബരിമലയിലെത്തും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ വച്ചിരുന്നു. ഷഫീദ്, ഇതിന്റെ ആദ്യ എപ്പിസോഡ് എന്ന് പറയാമോ? ആദ്യ പകുതിയിൽ എന്തുകൊണ്ട് ഈ പറയുന്ന കോടതി തന്നെ എടുത്തു പറഞ്ഞിട്ടും ഈ PS പ്രശാന്തിന് നോട്ടീസ് പോകുന്നില്ല എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അതിലേക്ക് തന്നെ എത്തുകയാണ്. അപ്പോൾ അന്വേഷണത്തിന്റെ അടുത്ത പകുതി എന്ന് പറയാനായി ഷഫീദ്. ഹഷ്മി, അന്വേഷണത്തിന്റെ അവസാന ഘട്ടമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനാണ് SIT നീക്കം. ഇതിന്റെ ഭാഗമായിട്ടാണ് 2025 മുൻപത്തേതിന് സമാനമായി തന്നെ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുകയും ആ നീക്കം ഹൈക്കോടതി അറിവോടെ അല്ല എന്നുള്ള കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ PS പ്രശാന്ത് അടക്കമുള്ള ആളുകളിലേക്ക് ചോദ്യം ചെയ്യൽ പോകുന്നത്. നമുക്കറിയാം, ആ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള PS പ്രശാന്ത്, അജികുമാർ എന്നിവർക്കാണ് ഇപ്പോൾ SIT നോട്ടീസ് നൽകിയിട്ടുള്ളത്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യാൻ ഹാജരാകാനാണ് നോട്ടീസ്. ഈ മുൻ ഭരണസമിതിയുടെ കാലത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതിൽ വലിയ തരത്തിലുള്ള വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഇക്കാര്യത്തിൽ പ്രതിപക്ഷമടക്കം രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചതാണ്. പ്രത്യേകിച്ച് ഇതടക്കം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന വിവരം പുറത്തറിയാൻ തന്നെ കാരണം ഈ നീക്കമാണ്. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയും അതേപോലെ ഹൈക്കോടതി അക്കാര്യത്തിൽ അന്വേഷണവും SIT അടക്കമുള്ള കാര്യങ്ങൾ വരികയും ചെയ്തത്. അവിടെയും സമാനമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ തന്നെയാണ് അന്നും ഉയർന്നു വന്നത്. സ്വാഭാവികമായും ഇവരെ അടക്കം ചോദ്യം ചെയ്യേണ്ടത് ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് PS പ്രശാന്തിനെയും അജികുമാറിനെയും ചോദ്യം ചെയ്യുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം അത് SITയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം നാളെ SIT ശബരിമലയിൽ എത്തുന്നുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുതിയ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള നീക്കമാണ് SIT നാളെ ശബരിമലയിലേക്ക് എത്തി നടപ്പിലാക്കുക. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നു. പ്രഭാമണ്ഡലവും ലക്ഷ്മിരൂപവും എന്നിവയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കാനാണ് നിലവിൽ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നാളെ SIT ശബരിമലയിൽ പരിശോധനയും നടത്തും. ഹഷ്മി. അപ്പോൾ ഷഫീദ്, അപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് നേരത്തെ ഹൈക്കോടതി അതിൻ്റെ 9 ഇടക്കാല ഉത്തരവുകളിൽ ഒന്നിൽ ഈ PS പ്രശാന്തിൻ്റെ കാര്യമൊക്കെ വളരെ എവിഡൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞത് ഈ വീണ്ടും സ്വർണം ഈ പറയുന്ന ദ്വാരപാലക ശില്പപാല പണി നടത്തിയത് വീണ്ടും ഒരു കൊള്ളയ്ക്കുള്ള വഴിയാണോ ഒന്ന് സംശയിക്കണം എന്നൊക്കെയായിരുന്നു ഇടക്കാല ഉത്തരവിൽ കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്ത് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അതിനടുത്ത നടപടികളിലേക്ക് മൊഴിയെടുത്തിരുന്നു. പക്ഷേ അതിനടുത്ത നടപടികളിലേക്കൊന്നും പോയിരുന്നില്ല. ഈ ചോദ്യം ചെയ്യൽ PS പ്രശാന്തും അജികുമാറും കുറച്ച് സീരിയസ് ആയി കാണേണ്ടതാണെന്ന് തോന്നുന്നു ഷഫീദ്. ഉറപ്പായിട്ടും. കാരണം ഇതുവരെയുള്ള പ്രതിപട്ടിക നമുക്കറിയാം. അതായത് ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയ മുഴുവൻ ആളുകളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഇവരെ അടക്കം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ മുൻ ഭരണസമിതി, അതായത് PS പ്രശാന്തും അജികുമാറും അടക്കമുള്ള ഭരണസമിതിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 2025 സമാനമായ നീക്കം നടക്കുന്നത് അത് ചില സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചിട്ടായിരുന്നില്ല ആ നീക്കം നടന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരുന്നു ഹൈക്കോടതി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ ഒരു ഘട്ടത്തിൽ വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉയരാൻ പോകുന്ന സംശയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് PS പ്രശാന്തും അജികുമാറും തന്നെയാണ്. കാരണം അവരുടെ കാലത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെ ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം അത് വിവരമായിട്ടടക്കം SIT ശേഖരിച്ച് ഹൈക്കോടതിക്ക് മുൻപിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ ഇരുവരെയും സംബന്ധിച്ച നിർണായകമാണ്. മാത്രമല്ല, ഇവർ പറയുന്ന കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യും. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.